എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു കരിലേസ് റെസിപ്പി വിത്ത് ഉഷ. ഇന്നേക്ക് നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ബനാന പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടത് നല്ല പഴുത്ത ചെറുപഴമാണ്. അരിപ്പൊടി 1 കപ്പ് വളരെ നൈസായി പൊടിച്ചത്, മധുരത്തിന് ആവശ്യമായ ശർക്കര, ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ഏലക്കായ പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പഴം തോൽ കളഞ്ഞ് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. പഴം ചെറിയ കഷ്ണമായി മുറിച്ചിട്ട് വേണം മിക്സിയിലേക്ക് ഇടാൻ. ശർക്കര നന്നായി ചുരണ്ടി പഴത്തിലേക്ക് ഇടാം. ശർക്കര കഷ്ണം ഉണ്ടെങ്കിൽ ബ്ലേഡിൽ കുടുങ്ങി മിക്സി സ്ട്രക്ക് ആവും. അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ കഷ്ണം ശർക്കരയും കൂടെ നമുക്കൊരു ബൗളിലിട്ട് ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഉടച്ചെടുക്കാവുന്നതാണ്. അതിലേക്ക് അരിപ്പൊടി ഓരോ സ്പൂണായി ചേർത്ത് കൊടുത്ത് അരിപ്പൊടി, ശർക്കര, പഴം, ഏലക്കായ ഇതെല്ലാം നന്നായി യോജിക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ പഴവും ശർക്കരയും വളരെ നന്നായി സോഫ്റ്റായി ഉടഞ്ഞു കിട്ടും. പക്ഷേ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും. ഇത് നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ പഴവും ശർക്കരയും അരിപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം. ഒഴിക്കുന്നില്ല, വെറുതെ പുരട്ടി കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് നമുക്ക് പാൻ കേക്ക് പരത്തി കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഓയിൽ ഫ്രീ ആയതുകൊണ്ട് നമ്മളൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി മറുഭാഗം മറിച്ചിട്ട് 2 ഭാഗവും നന്നായി മൂപ്പിച്ചെടുക്കാം. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ഉണ്ട് 2 ഭാഗത്തും. അല്ല എങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാതെ തന്നെ വെറുതെ കിട്ടാലും പാൻ കേക്ക് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള പാൻ കേക്ക് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി, ശർക്കര, പഴം ഇതെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓയിൽ ഫ്രീ ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കോളും. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്ററിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തതോ തേങ്ങാക്കൊത്ത് വറുത്തതോ തേങ്ങ ചിരകി വറുത്തതോ കൂടെ ചേർത്താൽ ഇനിയും പാൻ കേക്ക് സൂപ്പറാവും. ഈ പാൻ കേക്ക് നമുക്ക് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പാൻ കേക്ക്. നല്ല പഴുത്ത മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കര കുറച്ച് ചേർത്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ശർക്കര ചേർത്തിട്ടുള്ളൂ. പഴത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ കൂടെ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.